നാളെ ഹിന്ദി എക്സാം ആണ്. ഏറ്റവും കൂടുതൽ ഈ ജൂപ്പോട്ടിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സാറിന്റെ പേര് പറയുമെന്ന് വെച്ചാൽ ഞാൻ ആ സാറിന്റെ പേര് പറയല് അത് ജിമ്മൻ സാർ തന്നെയാണ്. എടാ ഞങ്ങളെ വായിലൊക്കെ ആ പേര് തന്നെയാണ് വരല്, ജിമ്മൻ സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് പറയുന്നതിന് മുമ്പ് തന്നെ ആ പേരിൽ തന്നെ പറയട്ടെ, ജിമ്മൻ സാർ. എന്തിനാണ് ഇത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ മൂപ്പർക്ക് ചെയ്യുന്ന ജോലിയോട് അത്രക്കും ആത്മാർത്ഥാണ്. അത് ടീച്ചിങ് എന്നല്ല, മൂപ്പര് എന്ത് ജോലിയിലാണോ ഏർപ്പെട്ടത് അതിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഒരു സാറാണ് എജുപോട്ടിലെ ജിമ്മൻ സാർ എന്ന് പറയുന്നത്. അതിലപ്പുറം മറ്റൊരു പേര് നമുക്ക് പറയാനില്ല. എന്തിന് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസ് ടീം, ഞങ്ങളെ പേര് പറയാം. പക്ഷെ ഞാൻ പറയുന്നത് മക്കളെ, അത്രത്തോളം എഫേർട്ട് എടുക്കുന്ന, അത്രത്തോളം കുട്ടികൾക്ക് വേണ്ടി എന്നല്ല, മൂപ്പരെ എന്താണോ ഏൽപ്പിച്ചത് അത് കിടിലനായിട്ട് പറയുന്ന സാറ്, അല്ലെങ്കിൽ കിടിലനായിട്ട് ഏറ്റെടുക്കുന്ന ഒരു അധ്യാപകന്റെ പേര് പറഞ്ഞാൽ അത് ജിമ്മൻ സാർ തന്നെയാണ്. ആ ജിമ്മൻ സാറും സ്വാതി മിസ്സും കൂടിയാണ് നിങ്ങൾക്ക് ഹിന്ദി എക്സാമിന് നാളെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, ഇവർ പറയുന്ന രൂപത്തിൽ ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യില്ല. മറ്റെല്ലാ അധ്യാപകരും ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്ത് അങ്ങനെ പോകും. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യുന്നതോടൊപ്പം അതിന്റെ ആൻസർ കൂടി. ഞാനൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹിന്ദി എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. ഒന്നും പഠിക്കാനിട്ടല്ല, എന്ത് പഠിക്കണമെന്ന് അറിയാനിട്ടാണ്. പഠിക്കുന്ന ഒരു സംഭവം കാണിച്ചെന്ന് കഴിഞ്ഞാൽ അത് പഠിക്കും. പക്ഷേ ഹിന്ദി സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നറിയില്ല. പക്ഷേ ഈ ജിമ്മൻ സാറിന്റെയും സ്വാതി മിസ്സിന്റെ പ്രത്യേകത എന്ന് പറയാം, ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസേ നാളെ വരുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു ക്വസ്റ്റ്യനും വരില്ല. പക്ഷേ ക്വസ്റ്റ്യൻസ് കിട്ടിയതുകൊണ്ട് കാര്യമുണ്ടോ, അതിന്റെ ആൻസർ എങ്ങനെ എഴുതണം എന്നറിയില്ലല്ലോ. അതും കൂടിയാണ് ഇന്നത്തെ ലൈവിൽ പറയാൻ പോകുന്നത്. അപ്പൊ മക്കളെ മറക്കണ്ട, കൃത്യം 7 മണിക്ക്, അതായത് ഇന്ന് ചൊവ്വാഴ്ച 16-ാം തീയതി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി പോരെ. ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്, കിടിലൻ ന്യൂസ് തന്നെയാണ്. സാർ ഇങ്ങനെ പുറത്ത്, സ്റ്റുഡിയോന്റെ പുറത്ത് ഇങ്ങനെ ഇരുന്ന് ഓരോ PPTയും ഓരോ ക്വസ്റ്റ്യൻസും, നാളെ വരുന്ന ക്വസ്റ്റ്യൻസ് അളന്ന് മുറിച്ചിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കളെ മറക്കണ്ട, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ഇന്ന് കൃത്യം 7 മണിക്ക് പോരെ. ജിമ്മൻ സാറിന്റെ പല ടൈപ്പ് ക്വസ്റ്റ്യനുകൾ നിങ്ങൾ സെറ്റാക്കിയിട്ട് നാളത്തെ എക്സാം കഴിഞ്ഞ് ഒരു 11:30 നിങ്ങൾ എക്സാം കഴിഞ്ഞ്, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങളുടെ എക്സാം, 1.5 മണിക്കൂർ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ പുഞ്ചിരി ഉണ്ടല്ലോ, അത് കേരളത്തിന്റെ പുഞ്ചിരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പൊ മറക്കണ്ട, കൃത്യം 7 മണിക്ക് ഇന്ന് ചൊവ്വാഴ്ച 16-ാം തീയതി സെറ്റാക്കണം നമുക്ക്.